ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റിയായ ഒരു അടപ്രഥമൻ ഉണ്ടാക്കാം. ഞാനിവിടെ ഡബിൾ ഹോഴ്സിൻ്റെ 200 ഗ്രാം റിബൺ അടയാണ് എടുത്തിരിക്കുന്നത്. അട വേവിക്കുന്നതിനായി അല്പം വലിയ പാത്രത്തിൽ അടയുടെ 5 ഇരട്ടി വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട്. അതേസമയം തന്നെ 4 പീസ് വെല്ലം 3/4 ഗ്ലാസ് വെള്ളം ചേർത്ത് ഉരുക്കാനായി വയ്ക്കാം. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറയ്ക്കുകയോ കൂട്ടുകയോ ആവാം. നമ്മുടെ വെള്ളം ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. അട പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇത്. ഇനി ഇതിലേക്ക് അട ചെറുതായി ഒന്ന് ഒടിച്ചു കൊടുത്തത് ചേർക്കാം. കുറച്ചു നേരം നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പാത്രത്തിൻ്റെ അടിയിൽ ഒട്ടിയിരിക്കാൻ സാധ്യതയുണ്ട്. നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് വേവിക്കുന്നതെങ്കിൽ ആദ്യം മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അട നന്നായി തന്നെ വേകാൻ ശ്രദ്ധിക്കണം. നമ്മുടെ ശർക്കരയെല്ലാം ഇവിടെ ഉരുകി പാകമായിട്ടുണ്ട്. ഒരുപാട് വെള്ളം ചേർത്ത് ഉരുക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. വെള്ളം തീരെ കുറഞ്ഞ് ശർക്കര കുറുകി പോവുകയും അരുത്. ഞാൻ 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. വെന്ത അട ഈ ശർക്കരപ്പാനിയിലിട്ട് നന്നായി വിളയിക്കേണ്ടതാണ്. അട നന്നായി വെന്തില്ലെങ്കിൽ ശർക്കരപ്പാനിയിൽ വിളഞ്ഞു വരുമ്പോൾ വല്ലാതെ കട്ടിയായിട്ടാവും ഉണ്ടാവുക. നന്നായി വെന്ത അട ഒരു അരിപ്പയിലേക്ക് ഒഴിക്കുക. കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് നന്നായി അട കഴുകിയെടുക്കണം. അടി കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കണം. തേങ്ങാക്കൊത്തോ കിസ്മിസോ ഒക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ കശുവണ്ടിപ്പരിപ്പ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. നല്ല ബ്രൗൺ നിറമാവുമ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റിയ ശേഷം ഇതേ പാത്രത്തിലെ നെയ്യിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അട ഇട്ടുകൊടുത്ത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കണം. ശേഷം ഉരുകിയ ശർക്കരപ്പാനി ഒരരിപ്പയിലൂടെ അരിച്ച് ചേർക്കണം. ശർക്കരയിൽ ചിലപ്പോൾ പല തരികളും ഉണ്ടാവും. അത് മാറാൻ അരിച്ച് തന്നെ ചേർക്കണം. അട നന്നായി ശർക്കരപ്പാനിയിൽ വിളഞ്ഞു വരുന്നത് പായസത്തിന് ഒരു പ്രത്യേക രുചി നൽകും. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് നെയ്യ് ചേർത്താൽ നല്ല സ്വാദ് കിട്ടുന്നതാണ്. ശർക്കര നന്നായി അടയിൽ കുറുകി പിടിച്ചു വരുമ്പോൾ ഒരു നാളികേരം ചിരകിയതിൻ്റെ 2ാം പാൽ ഏകദേശം 2.5 കപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി തീ കൂട്ടി തന്നെ ഇട്ട് നന്നായി ഇളക്കി വറ്റിച്ചെടുക്കണം. ഈ സമയത്ത് മധുരം കുറവാണെന്ന് തോന്നിയാൽ അല്പം കൂടി ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണം. 2ാം പാലും കുറുകി പാകമായി വന്നു കഴിഞ്ഞാൽ 1ാം പാൽ ചേർത്ത് കൊടുക്കണം. 1ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തിളയ്ക്കാൻ അനുവദിക്കരുത്. നല്ല തീയിൽ തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഒരുപാട് തിളയ്ക്കാനിടയായാൽ പാൽ പിരിഞ്ഞു പോവുകയും പായസത്തിൻ്റെ രുചി തന്നെ ഇല്ലാതാവുകയും ചെയ്യും. നന്നായി ആവി വന്നു തുടങ്ങുമ്പോൾ പായസത്തിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. കൂടെ വറുത്തു കോരിയ അണ്ടിപ്പരിപ്പ്. ഇനി ചെറുതായി ഇളക്കി കൊടുത്ത് ഒരു തിള വരാൻ അനുവദിക്കണം. അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസമായി ഇവനെ ഒന്ന് റെഡിയാക്കി കഴിക്കണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് ഇരുന്ന് കുറുകാനൊന്നും ക്ഷമയില്ലാതെ ഞാൻ കഴിക്കാൻ എടുത്തു കഴിഞ്ഞു. ഉണ്ടാക്കി കഴിഞ്ഞാൽ 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ പായസം ആവശ്യത്തിന് കുറുകി പാകമായിട്ടുണ്ടാവും. ഇത് തന്നെ സംഭവം. ഉണ്ടാക്കി നോക്കാനും കമൻസ് അറിയിക്കാനും മറക്കല്ലേ.